വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം, ഒരു ബാനറൊക്കെ കണ്ടാൽ ഈ രീതിയിൽ പൊട്ടിത്തെറിക്കാൻ നടക്കണോ? ക്യാമ്പസിനുള്ളിൽ റോഡിലൂടെ ഇറങ്ങി നടന്ന ബാനറുകൾ നീക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കുക. ആ സമയത്താണ് അദ്ദേഹം ക്രിമിനൽസ് എന്നടക്കമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. രാത്രിയിൽ പുറത്തിറങ്ങി ബാനറുകൾ നീക്കുക. എന്താണ് ഈ രീതിയിലുള്ള ഒരു അസഹിഷ്ണുതയൊക്കെ? ഒരു ഷാജി കൈലാസ് സിനിമ പോലെ എന്തെങ്കിലും ഒക്കെ കാണിക്കണമെന്ന് നിങ്ങളാണോ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? അല്ല അപർണ, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ സർവകലാശാലകൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, അഴിമതിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, പിൻവാതിൽ നിയമനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ സർവകലാശാലകളിലെ ക്യാമ്പസുകളിൽ ഡിഗ്രിക്കും PGക്കും കുട്ടികളെ കിട്ടാനില്ല. ആയിരക്കണക്കിന് സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കാതെ നിയമിക്കപ്പെടുന്നു. മന്ത്രിമാരുടെയും അതുപോലെ പേഴ്സണൽ സ്റ്റാഫിന്റെയും ഭാര്യമാർക്ക് പിൻവാതിൽ നിയമനങ്ങൾ നടത്തി കൊടുക്കുന്നു. അപ്പൊ കേരളത്തിലെ സർവകലാശാലകൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണവും ക്രിമിനൽവൽക്കരണവും അഴിമതിവൽക്കരണവും നടക്കുന്ന ഒരു സാഹചര്യം ആണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇത് രണ്ടു മുന്നണികളും ഒരേപോലെ ഈ കാര്യങ്ങൾ നടത്തിയിരുന്നു. അത് കോഴിക്കോട് സർവകലാശാലയും ശരി, കേരള സർവകലാശാല, ഏത് സർവകലാശാലയും ശരി, കേരളത്തിലെ സർവകലാശാലകൾ കോർപ്പറേഷന് വീതം വെക്കുന്ന പോലെ ജാതി മത സംഘടനകൾക്ക് വീതം വെച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. വൈസ് പറയാൻ കോഴിക്കോട് സർവകലാശാലയിൽ മുസ്ലിം VC മാത്രമാണ്, MG സർവകലാശാലയിൽ ക്രിസ്ത്യൻ VC, കേരള സർവകലാശാലയിൽ മറ്റു തരത്തിലെ VC. ഇത്തരത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ കോർപ്പറേഷനുകൾ വീതം വെക്കുന്ന പോലെ വീതം വെച്ചെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളം ഭരിച്ചിരുന്നത്. ഈ ഗവർണർ വന്നതിന് ശേഷം ഇതിനെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി, പിൻവാതിൽ നിയമനത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നടപടിക്രമങ്ങളും മാനദണ്ഡവും പാലിക്കാത്ത രീതിയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത്തരം ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഗോപിനാഥ് രവീന്ദ്രനെ പോലുള്ള ആൾക്കാർക്ക് മാറേണ്ടി വന്നിട്ടുള്ളത്. വിളനിലത്തെ പോലുള്ള യാതൊരു യോഗ്യതയുമില്ലാത്ത VCയെ നിയമിച്ച് കേരള സർവകലാശാലയിലിരുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ സർവകലാശാല ഇതെല്ലാം നടക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ പോലൊരു VC വന്ന് ഇതിനെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിനെ മാത്രമല്ല, ലോകായുക്തയുടെ ചിറകരിഞ്ഞതിനെ ബില്ല് കൊണ്ടതും അതിനെ എതിർത്തു. അപ്പൊ കേരളത്തിലെ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും സർവകലാശാലകൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്കെതിരെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ തരത്തിലുള്ള വേട്ടയാടൽ തുടങ്ങി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ സർവകലാശാലയുടെ ഗവർണറുടെ വിവേചന അധികാരം ആ വിവേചന അധികാരം പ്രയോഗിച്ചുകൊണ്ട് സർവകലാശാലയിലെ സെനറ്റിലേക്ക്, 2 സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ആ നാമനിർദ്ദേശം ചെയ്തതിൽ 4 പേർക്കെതിരെ കോടതിയിൽ സമീപിച്ചത് സ്റ്റേ ചെയ്തു. കോടതി തീരുമാനിക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള ഗവർണറുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സെനറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക നടത്തിയിട്ടുള്ളത്. അത് ആ മറ്റു വിഷയങ്ങളും ചോദ്യം ചെയ്യപ്പെടൽ വന്നിട്ടില്ല. ഇത് വരുന്ന സമയത്ത് ഗവർണറുടെ ഭരണഘടനാപരമായി ഗവർണറുടെ വിവേചനാധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നിയമിച്ചപ്പോ എന്തിനാ SFI ഇങ്ങനെ വറിയാവുന്നതിനാ? എന്തിനാ SFI ഭരണകൂടം മുഖ്യമന്ത്രി എന്തിനാ അങ്ങനെ വല്ലാതെ ഭയപ്പെടുന്നത്? കാവ്യവൽക്കരണം അത് ഇത് പറയുന്ന, നിങ്ങൾ രാഷ്ട്രീയവൽക്കരണം നടത്തിയ ആൾക്കാരല്ലേ, നിങ്ങൾ ക്രിമിനൽ വൽക്കരണം നടത്തിയ ആൾക്കാരല്ലേ? സർവകലാശാലയിലെ ഒരു കോളേജ് ക്യാമ്പസിലെ പ്രിൻസിപ്പാൾക്ക് ശവമാനം തീർത്തോളല്ലേ നിങ്ങൾ ആൾക്കാർ? കോട്ടയത്തെ ഒരു കോളേജിന്റെ മുന്നിലെ പൊലിയക്കൂടിൽ എഴുതി വെച്ചോളല്ലേ SFIക്കാർ? ഇത്തരത്തിലുള്ള SFIയുടെ ക്രിമിനൽ വൽക്കരണവും കേരളത്തിലെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സമീപനം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ സർവകലാശാല ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട്, ആ നിലപാടിന്റെ ഭാഗമായി ഗവർണർ ചില നാമനിർദ്ദേശം ചെയ്തു 2 സർവകലാശാലയിലും. അതിലെന്താ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടെന്താണുള്ളത്? ഇത്രയും കാലം നിങ്ങൾ വിഷയം എന്തുകൊണ്ട് വിവേചനാധികാരം ഉപയോഗിച്ചു എന്നുള്ളതല്ല. ഒരു വലിയൊരു സമരം നടക്കുന്നു, ആ ഒരു പ്രതിഷേധം നടക്കുന്നു, പുറത്തിറങ്ങി നിന്ന് സമരക്കാരോട് താനും ഇതാ വെല്ലുവിളിക്കുകയാണെന്ന് എന്ന് പറയുന്നതിലെ ഒരു ബാലിശമായ ഒരു വിഷയമല്ലേ? ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ആ രീതിയിലാണോ എന്നുള്ളതല്ലേ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരിഫ് മുഹമ്മദ് ഖാൻ വ്യത്യസ്തനാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹം നട്ടലുള്ള ഗവർണറാണ്. മുഖ്യമന്ത്രി ഒപ്പിടാൻ വരുന്ന സമയത്തൊക്കെ കണ്ണും ചീമ്പി മുട്ടിലഴിഞ്ഞ് ഒപ്പിടുന്ന ആളല്ല ഗവർണർ. കാര്യങ്ങൾ പഠിച്ചു ചെയ്യുന്ന ആളാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഗവർണറുടെ നേർക്ക് പൂർണ്ണമായ ഭരണഘടന, രാഷ്ട്രപതി കഴിഞ്ഞാൽ പൂർണ്ണമായ സംരക്ഷണം കൊടുക്കേണ്ടത് ഗവർണർക്കാണ് പോലീസ്. ആ പോലീസ് സംരക്ഷണം നൽകാതെ അദ്ദേഹത്തിന്റെ കാറിൽ വന്ന് ഇടിച്ച് തകർത്ത് ചില്ല് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം തന്റെ അടുത്തോട് പുറത്തിറങ്ങി പോലീസിനോട് ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എനിക്ക് സംരക്ഷണം തരണം, നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ അടുത്തെത്തി എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് അവർക്ക് നേരെ അടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അദ്ദേഹം തന്റെ ആളുകളാണ്. അദ്ദേഹം അവിടെ ആ കാറിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈ അക്രമത്തെ ഈ ചില്ല് അടിച്ചു പൊട്ടിക്കും. ആ അക്രമത്തിൽ അദ്ദേഹം ചെയ്യണമായിരുന്നു. ഇതാണ് അദ്ദേഹം ചെയ്യേണ്ടിരുന്നത്. ഇവരെ ക്രിമിനൽ എന്താ വിളിക്കേണ്ടത്?
ഇവിടെ പൂച്ചെണ്ട് പൂമാല ദൃശ്യീകരിച്ച് അല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ അതെന്ത് സന്തുലിതാവസ്ഥയാണ്? സിനിമയിൽ അത്തരം രംഗങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തിറങ്ങിയ ആവേശം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇത് സംസ്ഥാനത്തെ BJP-ക്കാർ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ എങ്ങാനുമാണോ? ഈ രീതിയിൽ ഉള്ള രംഗങ്ങൾ നമുക്ക് സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതല്ലാതെ അക്രമം നടക്കുന്നവരടുത്ത് പുറത്തിറങ്ങി നിന്ന് ഞാനിതാ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നിടത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന് ഏത് രീതിയിലുള്ള ഉത്തരവാദിത്തം വരും? അതൊരു ഒരു നോർമൽ രീതിയിൽ ഒരു സെൻസിൽ അദ്ദേഹത്തെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ സ്വീകരിക്കേണ്ട നിലപാടല്ലേ? അല്ലല്ല, ഞാൻ പറയാലോ, അദ്ദേഹം പുറത്തിറങ്ങാൻ എന്താ കാരണം? അദ്ദേഹത്തിന്റെ കാറിനടുത്ത് അദ്ദേഹത്തിന്റെ ചില്ലുകൾ ആക്രമിക്കാത്ത സ്ഥിതിയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് ഉള്ളിലിരിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹം പുറത്തിറങ്ങി തന്റെ അടുത്തോട് പുറത്തിറങ്ങി വല്ലാതെ ഓടിപ്പോയാലോ? അപ്പൊ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട പോലീസ് അദ്ദേഹത്തിന് സംരക്ഷണം നൽകാതെ ക്രിമിനലുകൾക്ക് വകവെച്ചു. ക്രിമിനലുകളായ പോലീസുകാർ ക്രിമിനലുകൾക്ക് വകം വെച്ച് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങാതെ അദ്ദേഹത്തിനുള്ളിരിക്കാമായിരുന്നു. ശരി, ഈ ബാനർ രാത്രി വരെ പുറത്തിറങ്ങി ബാനറുകൾ നീക്കം ചെയ്യണമെന്ന് പോലീസിനോട് പറയുക, ആ രീതിയിൽ അദ്ദേഹം ഉച്ചയ്ക്ക് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ഇത്രയ്ക്കും അസഹിഷ്ണുത എന്തിനാണ്? പ്രതിഷേധമല്ലേ? അത് ജനാധിപത്യപരമല്ലേ? ആ ബാനറുകൾ മുഴുവൻ മാറ്റിയേ പറ്റുള്ളൂ എന്ന് വാക്കാൽ പറയുക മാത്രമല്ല, അദ്ദേഹം നടത്തുന്ന ആ പ്രകടനമുണ്ട് അതിനകത്ത്. അതിന്റെ ആവശ്യം എന്താണ്? ഇത്രയും അസഹിഷ്ണുത എന്തിനാണ്? ഞാൻ പറയാം, അല്ല പറഞ്ഞ ആർക്കാണ് അസഹിഷ്ണുത? അസഹിഷ്ണുത ഗവർണർക്കാണോ അതോ SFIക്കാണോ അതോ മുഖ്യമന്ത്രിക്കാണോ? ഭരണഘടനാ പദവിയിലുള്ള ഒരാള് സർവകലാശാലയിൽ താമസിക്കാൻ വരുമ്പോ അദ്ദേഹം ഔദ്യോഗികമല്ലാതെ പരിപാടിക്കാതെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോ അദ്ദേഹത്തെ തടയാൻ വരുന്നു. ആർക്കാ അസഹിഷ്ണുത? ഇന്നത്തെ തടയാതിരിക്കാരൻ ഇന്ന് പാണക്കാട്ടെ കല്യാണത്തിന് പോകുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞാൽ മുസ്ലിം ലീഗുമായി നിക്കാഹ് കഴിഞ്ഞിരിക്കുക. ആ നിക്കാഹ് ചിലപ്പോൾ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ഇന്ന് തടഞ്ഞില്ല. എന്താ തടയാൻ കാരണം? ഞായറാഴ്ച SFI വലിയ നേരത്തെ അനുശ്രീ പറഞ്ഞല്ലോ, വലിയ സമര പാരമ്പര്യക്കുള്ള പ്രസ്ഥാനമല്ലേ. എന്താ ഞായറാഴ്ച ഒന്നും കാണാൻ കിട്ടാത്തതുകൊണ്ടാണ് എന്താ സമരം തടയുന്നത്? അപ്പൊ ഗവർണറുടെ പദവി ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാപര പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ മോശമായ പരാമർശങ്ങൾ എഴുതിക്കൂടെ സർവകലാശാലയിൽ ബാനർ വെച്ചപ്പോ അദ്ദേഹം അതിനെ എതിർത്തിട്ടുണ്ടാവും. പോലീസ് തീരുമാനിക്കട്ടെ മാത്രമേ വേണ്ടത്. അത് എടുക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ലേ? അത് നീക്കം ചെയ്യാൻ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? എന്തും ചെയ്യാമെന്നാണ് കേരളം എന്താ വെള്ളരിക്കപ്പെട്ടതാണ്? മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് എന്താ കറുത്ത കൊടി കാണാൻ മുഖ്യമന്ത്രി പറയുമല്ലോ. മുഖ്യമന്ത്രി പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പല മോശം ക്രിമിനൽ വിളിച്ചത് നിങ്ങൾ ഇദ്ദേഹത്തെ പറഞ്ഞല്ലോ. പരനാറി എന്ന് സ്വന്തമായിട്ട് ഒരു MP സ്ഥാനാർത്ഥിയെ വിളിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ആവാം, അദ്ദേഹം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുവരെ ഉണ്ടായിരുന്ന ഗവർണറിൽ വ്യത്യസ്തമായി നല്ല തന്റെ ഇടമുള്ള ആണത്തമുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞ സമയത്ത് മുനിയാൻ പറയുന്ന മുട്ടിൽ എഴുതുന്ന ഗവർണർമാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അതിൽ വ്യത്യസ്തനായ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ അടുത്തോട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. എന്താ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോട് അത്ര കലിപ്പ് തോന്നാത്ത കാരണം? അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ ചെയ്യും. പഠിച്ച കാര്യങ്ങൾ സർവകലാശാലകൾ ശുദ്ധീകരിക്കുന്നു. സർവകലാശാലകളെ പിൻവാതിൽ നിയമനത്തിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രമാക്കാൻ ഈ ഗവർണർ അനുവദിക്കില്ല. അതിനെതിരെയാണ് ഇവർക്ക് കലിപ്പുള്ളത്. അല്ലെങ്കിൽ എന്താ ഈ ആവശ്യം എന്താണ്? കേരളത്തിലെ സർവകലാശാല എത്ര കാലം ഞാൻ സൂചിപ്പിച്ചല്ലോ, രണ്ടു മുന്നണികളും കേരളത്തിലെ സർവകലാശാലകളെ അഴിമതിവൽക്കരിക്കപ്പെട്ടു. സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം ശരിയല്ലേ? എത്ര പിൻവാതിൽ നിയമനം